ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നും കൂടെ പറയും. ഈ സ്റ്റിച്ചിലാണ് നമ്മൾ ബാക്കി വർക്കെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സ്ലിപ്പ് നോട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ കോട്ടൺ പ്ലസ് അക്രിലിക് ആയിട്ടുള്ള ഒരു യാണാണ്. പിന്നെ ഒരു 4.5 mm ക്രോഷ്യോ ഹുക്കുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ടിൻ്റെ ഒരു 3 മെത്തേഡാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്, ഈ നമ്മുടെ ഹുക്ക് ആ സ്ലിപ്പ് നോട്ടിലേക്ക് ആ ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഇങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ യാൺ ഓവർ എന്ന് പറയുന്നത്. ആ ഹുക്ക് നമ്മളിങ്ങനെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ ത്രെഡ് വലിച്ച് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ച് ഫോം ആവും. അതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വരെ നിങ്ങൾ പതുക്കെ സ്ലോ ആയിട്ട് കണ്ടു നോക്കുക. യാൺ ഓവർ, പുൾ ത്രൂ. വീണ്ടും അപ്പോൾ നമുക്ക് കാണാവുന്ന കണ്ടോ, സ്റ്റിച്ചസ് ഒക്കെ ഫോമായി വരുന്നുണ്ട്. വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ. അങ്ങനെ എത്ര സ്റ്റിച്ചസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും നിങ്ങൾക്ക് ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റിച്ചസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ലിപ്പ് നോട്ട് എന്തായാലും പഠിക്കുക. സ്ലിപ്പ് നോട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സ്ലിപ്പ് നോട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് വരുന്നത്. ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്താണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിൽ കുറച്ചധികം ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഇങ്ങനെയാണ് ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്നത്. നിങ്ങളെപ്പോഴും ഭയങ്കരമായിട്ട് ലൂസാക്കുകയും ചെയ്യരുത്, ഭയങ്കര ടൈറ്റാക്കുകയും ചെയ്യരുത്. ഇതിൻ്റെ ഒരു മീഡിയം ലെവലിൽ വേണം ചെയിൻ സ്റ്റിച്ചുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വീഡിയോസിലെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പറയാം. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിനായി എന്നെ ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോ ആയിട്ട് എന്നെ കാണാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ബേസിക്സ് തന്നെ പഠിച്ചു പോകാം. ഈ ക്രോഷ്യോ എന്ന ഒരു ജേർണിയിലേക്ക് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ബേസിക്സ് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.